നമസ്കാരം. യുദ്ധം അവസാനിച്ചതായി ട്രംപിനെ കുരുക്കി ഇറാൻ സൈന്യം. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാൻ ഇറാൻ സമ്മതിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. അത്തരത്തിലൊരു ധാരണയോ ചർച്ചയോ നടന്നിട്ടില്ല എന്ന് ഇറാനിയൻ വൃത്തങ്ങൾ അറിയിക്കുന്നു. വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇറാൻ തങ്ങളുടെ ആണവശേഖരം കൈമാറാൻ തയ്യാറായി എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ വാദം അടിസ്ഥാനരഹിതമാണ് എന്നും ഇത്തരം നീക്കങ്ങളെക്കുറിച്ച് യാതൊരു ആലോചനയും നടത്തിയിട്ടില്ല എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത് എന്നുള്ളത്. ആണവായുധം അല്ലെങ്കിൽ ആണവായുധ മോഹം എന്ന് പറയപ്പെടുന്നത് ഉപേക്ഷിക്കുന്നതിനും ആണവ സാമഗ്രികൾ കൈമാറുന്നതിനും പുറമെ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിലേക്ക് തുറന്നു കൊടുക്കുവാനും ഇറാൻ സമ്മതിച്ചതായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ വെച്ച് അത് ഒപ്പിട്ടേക്കുമെന്നും താൻ അതിൽ പങ്കെടുത്തേക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ നീട്ടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും നിശ്ചിത സമയത്തിനുള്ളിൽ പരിഹാരം ഉണ്ടായിട്ടില്ല എങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന മുന്നറിയിപ്പുമാണ് ട്രംപ് നൽകുന്നത്. അപ്പോൾ സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, മേഖലയിൽ വീണ്ടും അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതിനോടൊപ്പം ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പാക് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിലും 2ാം ഘട്ട ചർച്ചകളുടെ തീയതി എന്ന് പറയുന്നത് ഇനിയും പ്രഖ്യാപിക്കാതിരിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ്. അതേസമയം ഹോർമൂസ് കടലിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായിട്ട് ദീർഘകാല സമാധാന കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുവാൻ ഇരുപക്ഷവും ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾ തുടരുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട് എങ്കിലും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും മിഡിൽ ഈസ്റ്റിന്റെ അവരുടെ സമാധാന പരമായിട്ടുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലെ സമാധാന നീക്കങ്ങളുടെ ഭാവി അടക്കം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ഇവിടെ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാർ അത് പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ വെച്ച് അന്തിമമായാൽ താൻ അവിടം സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. നെവാഡ, അരിസോണ എന്നിവിടങ്ങളിലെ പ്രചാരണ പരിപാടികൾക്ക് മുന്നോടിയായിട്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. വരാനിരിക്കുന്ന വെടിനിർത്തൽ കാലാവധി നീട്ടേണ്ടി വരില്ലെന്ന ആത്മവിശ്വാസമാണ് ട്രംപ് പങ്കുവച്ചത്. ഇറാൻ അതിന്റെ ആണവ പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നതിലേക്ക് കരാർ നീക്കണമെന്ന തന്റെ കർശന നിലപാട് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫെബ്രുവരിയിൽ ആരംഭിച്ച അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങൾ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾക്കും ഒപ്പം തന്നെ ആഗോള എണ്ണ വിലയിൽ വൻ കുതിപ്പിനും കാരണമായി എന്നുള്ള. അപ്പോൾ ഈ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടും ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായിട്ടും താൻ സംസാരിച്ചതായിട്ട് ഇപ്പോൾ ഇരു നേതാക്കളെയും വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നത് ലബനുമായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധം അവസാനിപ്പിക്കുവാനാണ്. ഇസ്രായേലിനും ലബനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നത് തന്നെ സമാധാന ശ്രമങ്ങൾക്കുള്ള ശുഭസൂചനയാണ് എന്ന് അമേരിക്ക തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ നടന്നു കിട്ടുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്ഥിരമായിട്ടുള്ള സമാധാന ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനായിട്ട് വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ തുടങ്ങിയ പ്രമുഖർ അവർ ഉൾപ്പെടെയുള്ള സംഘത്തെ ട്രംപ് ചുമതലപ്പെടുത്തുകയാണ്. അമേരിക്കയുമായി ഉണ്ടാക്കുന്ന വിശാലമായിട്ടുള്ള ധാരണയുടെ ഭാഗമാണ് ഈ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇറാൻ സ്റ്റേറ്റ് മീഡിയം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്നും ഇസ്ലാമാബാദിലെ ഒപ്പിടൽ ചടങ്ങോടെ മേഖലയിലെ സംഘർഷങ്ങൾക്ക് വലിയ തോതിൽ അറുതി ഉണ്ടാകുമെന്നൊക്കെ ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോഴും ഈ യുദ്ധം അവസാനിക്കുന്നുണ്ടോ, ഈ യുദ്ധം അവസാനിക്കുവാനുള്ള എന്തെങ്കിലും സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് അമേരിക്കയുടെ മാത്രം ഒരു താല്പര്യമാണോ? ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിച്ചതായിട്ട് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴും ട്രംപിനെ കുരുക്കുന്ന തരത്തിലുള്ള ചില സംവിധാനങ്ങൾ ഇറാൻ സൈന്യം ഒപ്പിക്കുന്നുണ്ട്. ഇറാൻ വളരെ കൃത്യമായിട്ടുള്ള അവരുടെ കണക്കുകൂട്ടലുകളിലാണ് മുന്നോട്ട് പോകുന്നത്. യുദ്ധം അവസാനിച്ചതായിട്ട് ട്രംപ് പറഞ്ഞാലും ഇനി ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കുന്നതായിട്ട് പറഞ്ഞാലും ട്രംപിനെ ഇറാൻ സൈന്യം കുരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിച്ചതായിട്ട് ട്രംപ് പ്രഖ്യാപനം നടത്തുകയോ അല്ലെങ്കിൽ ട്രംപ് അത്തരത്തിലൊരു തീരുമാനമെടുത്ത് പിന്തിരിയുകയോ ചെയ്താലും ട്രംപിനെ കുരുക്കി ഇറാൻ സൈന്യം മുന്നോട്ട് പോകും. മാത്രമല്ല, ട്രംപിനെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിക്കലായിരിക്കും ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ ചിലപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറയേണ്ടി.